എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് മെഡിസിൻ കഴിച്ച് എനിക്ക് നന്നായിട്ട് വണ്ണം വയ്ക്കുകയൊക്കെ ചെയ്ത് കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷനിലായി. ഞാൻ ആ മെഡിസിൻ അതോടെ സ്കിപ്പ് ചെയ്യുകയും അതിനുശേഷം ഉടമ്പടിയിൽ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തൈലം ശരീരത്തിൽ തൂക്കുകയും വെള്ളത്തിൽ ഉപ്പ് കലക്കി അത് വെച്ച് കുളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഈ നിമിഷം വരെ എനിക്ക് ആ മെഡിസിൻ കഴിക്കേണ്ടതായോ ഡോക്ടറെ പോയി കാണേണ്ടതായ ഒരു അവസരം വന്നിട്ടില്ല. ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. എൻ്റെ ശരീരത്തിൽ പിന്നീട് അതിൻ്റേതായ ഒരു പാട് പോലും എനിക്ക് ഈ നിമിഷം വരെ ഇല്ല. ഞാൻ ഈ നിൽക്കുന്ന പോലെ അല്ല, എൻ്റെ ശരീരം മുഴുവൻ ഉണ്ടായിരുന്നു. എൻ്റെ ഫേസ് എല്ലാം ഒരുമാതിരി ചുമന്ന് അത് ബ്ലഡ് വരുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം എൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു പാടായിട്ട് ഒന്നും തന്നെ ഇല്ല. ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ ഇരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്തായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് ആക്ച്വലി 1.5 വർഷത്തോളമായിട്ട് എപ്പിലെപ്സി സീസർ എന്ന അസുഖമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഉടമ്പടിയിൽ സാക്ഷ്യം വെച്ച്, ഹസ്ബൻഡ് സൗദിയിലായിരുന്നു, ആ സമയത്താണ് ഈ ഒരു അസുഖം ഡിറ്റക്റ്റ് ചെയ്യുന്നത്. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ ഇപ്പോൾ ഇരിക്കുന്നു. ഉടമ്പടി സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് നേർച്ച നേർന്നതിന് ശേഷം ഉടമ്പടിയിൽ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡിന് 3 വർഷത്തോളം മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞ ഈ അസുഖം ഇപ്പം മെഡിസിൻ പോലും 1 വർഷം കൊണ്ട് കഴിച്ചെന്നല്ലാതെ പിന്നീട് അത് തുടരണ്ട, പൂർണ്ണ ആരോഗ്യമുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. പൂർണ്ണമായും അസുഖം മാറിയിരിക്കുന്നുവെന്ന് സ്കാനിങ്ങിലൊക്കെ അറിയാൻ പറ്റി. അതിനുശേഷം മൂന്നാമതായിട്ട് എനിക്ക് ഉടമ്പടി പുതുക്കിയ സമയത്തായിരുന്നു. ഏകദേശം 3 വർഷത്തോളമായിട്ട് ഹസ്ബൻഡിന് സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടായിരുന്നില്ല. ജോലി സൗദിയിലായിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഖത്തറിലേക്ക് പോവുകയും അവിടെ വെച്ച് ഷട്ട് ഡൗൺ പ്രൊജക്റ്റുകൾ മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. 3 മാസം ജോലി ചെയ്യും, അതിനുശേഷം ആ ജോലി പോകും, പിന്നെയും കാത്തിരിപ്പ്, വീണ്ടും ഒരു 2 മാസം, അങ്ങനെ ഏകദേശം 3 വർഷത്തോളം ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ ഉടമ്പടിയിൽ ഞാൻ വിഷയം വെച്ചു. ഉടമ്പടി പുതുക്കി 3ാമത്തെ പുതുക്കലിൽ എൻ്റെ ഹസ്ബൻഡിനിപ്പോൾ നല്ലൊരു കമ്പനിയിൽ തന്നെ, ഖത്തറിലെ L&T കമ്പനിയിൽ നല്ല ശമ്പളത്തോടെ നല്ല പൊസിഷനിൽ തന്നെ സ്ഥിരമായ ജോലി തന്നെ ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഹസ്ബൻഡ് ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്.